ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ലെജൻഡ്സ് ഓഫ് ചെമ്പാടിൻ്റെ ഷോക്കിൽ പോകുന്ന ആ ടൈമിലുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മുടെ സിവിക്ക് നമ്മുടെ ഗ്രാഫിക് അടിച്ച കേസും അതുപോലെ സ്പൂൺ മിറർ ഫിക്സ് ചെയ്ത കേസും അതുപോലെ സ്പോയിലർ ഫിക്സ് ചെയ്ത കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നമ്മൾ ഇവിടുന്ന് ഉറക്കം കളഞ്ഞ് നമ്മൾ ഫുൾ വർക്ക് എടുത്തിട്ടാണ് നേരെ ഷാദിൻ്റെ അവിടെ പോയത്. നമ്മൾ എനിക്കിനാട്ടി മുന്നെയാണ് ഷാദ് വർക്ക് കഴിച്ചത്, ഗ്രാഫിക്കിൻ്റെ വർക്ക് കഴിച്ചത്. എന്നിട്ട് എനിക്ക് വന്ന് ഒരു 2 മണിക്ക് പരിപാടി ഉള്ളതിന് നമ്മൾ പോയത് 3 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്, ഫുൾ വർക്ക് കഴിയാതെ. എന്നാലും നമ്മൾ ഫുൾ വർക്ക് കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ പരിപാടിക്ക് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഗ്രാഫിക്കും അതുപോലെ സ്പൂൺ മിറർ ഫിക്സ് ഒന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അത് ഫുള്ള് കാണിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ. അപ്പോൾ നമുക്ക് വണ്ടി, പിന്നെ അത് മാത്രമല്ല വേറെ കേസുണ്ട്, വണ്ടി ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ട്യൂണ് സ്റ്റേജ് 2 റീമാപ്പ് പ്ലസ് പോപ്സ് ആൻഡ് ബാങ്ക്സ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി പെർഫോമൻസ് എക്സോസ്റ്റ്, ഓട്ടോമാറ്റിക് എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ പെർഫോമൻസ് ഇൻടേക്കും നമ്മുടെ കയ്യിലുണ്ട്, അലുമിനിയം ഇൻടേക്ക് ഉണ്ട്. പിന്നെ അതുപോലെ സിമോട്ടൻ്റെ നമ്മുടെ എയർ ഫിൽറ്ററും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല, ട്യൂണിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ട്യൂണിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്യൂൺഡാണ്. അത് മാത്രമല്ല നല്ല പൊട്ടും വരും, ഒറ്റ പൊട്ടാണ് കേട്ടോ, അങ്ങനെ ചെറുപറ പൊട്ടൊന്നുമില്ല, ഒറ്റ പൊട്ട്. അതുപോലെ ഷിഫ്റ്റിലും പൊട്ട്. അതായത് നമ്മളിങ്ങനെ വണ്ടീനെ പോയിട്ടിരിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്നൊരു പൊട്ട് കിട്ടും. അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്ന്. നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസ് നമ്മളവിടെ വർക്കിന് ഇട്ട് കൊടുത്തേക്കാണ്. താറ് ഷോറൂമിലായിരുന്നു, ഇപ്പോൾ ഇന്നലെ എടുത്ത് കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഇതിൽ തന്നെ ആയിരുന്നു, ഫുൾ ടൈം ഡെയിലി യൂസ് പോലെ നമ്മൾ ഇതിൽ തന്നെ ആയിരുന്നു നടന്നിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങാട്ടി നമുക്ക് ആ ഓയിലൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റിയറിംഗ് ബോക്സിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ലീക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ, പക്ഷെ അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒന്നും കൂടി കൊണ്ടുപോയി ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഓയിലുണ്ട്, ഓയിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി മാറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓയിലിന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഓയിൽ കുറച്ച് കുറവുണ്ട്, അതിൻ്റെ ചെറിയൊരു ലീക്കാണ്. അത് ആക്ച്വലി പൈപ്പിൻ്റെ പ്രോബ്ലം ആയിരുന്നു, സ്റ്റിയറിംഗ് ബോക്സിന് വേറെ കുഴപ്പമൊന്നുമില്ല. ആ പൈപ്പ് നമ്മൾ മാറ്റി, പക്ഷേ ആ പൈപ്പിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോഴും ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇടണം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുക്കട്ടെ, ഒന്ന് കൂളാവട്ടെ. പക്ഷെ നമ്മൾ എന്തായാലും ഞാനൊക്കെ എടുത്താണ് കേട്ടോ വണ്ടി, എന്നാലും ഇന്ന് എടുത്തിട്ടില്ല. അപ്പോൾ എന്നാലും ഒരു 5-10 മിനിറ്റ് ഇടാം, ഒന്ന് കൂളാവട്ടെ. പിന്നെ ഇതിൻ്റെ ഒരു 3 സെൻസേഴ്സ് പോയിട്ടുണ്ട്, അത് നമുക്ക് ക്ലിയർ ആക്കണം. അപ്പോൾ ആ സെൻസേഴ്സ് പോയതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു തുപ്പൽ വരുന്നുണ്ട്, എത്ര പെട്ടെന്ന് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ അത് ട്യൂണിങ്ങിനെ ബാധിക്കും. അപ്പം ട്യൂണിങ് എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഈ ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അതുപോലെ സ്പൂൺ മിററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടറ പൊട്ട് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് റോട്ടിൽ ഇറക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. ഫാർസ്റ്റീൻ്റെ ഓയിൽ കുറച്ച് കുറവുണ്ട്, അതിൻ്റെ ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. ഒറ്റ പൊട്ടുള്ളൂ, ഒറ്റ പൊട്ട് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ട് പൊട്ട് കേട്ടില്ലേ, പൊട്ടെങ്ങനെയുണ്ട്, വേറെ മുണ്ടായില്ലേ, ഒന്നല്ല റണ്ണിങ്ങിൽ കേൾക്കണം, വേറെ ലെവലാണ്. ലൈക്ക് ആ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒറ്റപ്പൊട്ടുണ്ടല്ലോ. കുറച്ച് പൊടിയും കാര്യങ്ങളുണ്ട് വണ്ടിയുമേ, അത് കഴുകിയിട്ടില്ല, വാഷ് ചെയ്തിട്ടില്ല. പരിപാടി കഴിഞ്ഞ് വന്നിട്ട് വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്യണം, ക്ലിയർ ആക്കണം. അപ്പോൾ ഇനി നമുക്ക് ഗ്രാഫിക്കിൻ്റെയും പറയാം, അതുപോലെ നമ്മുടെ മിറർ CF ആക്കിയതിൻ്റെ കാര്യവും പറയാം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ലൈക്ക് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിക്കുകൾ കണ്ടില്ലേ, ഇത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു എന്താ പറയുക, ഇത് ആക്ച്വലി ഗുണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് നമ്മളിത് അടിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബ്ലാക്കിലാണ്, ബ്ലാക്ക് ഫിനിഷിലാണ്, അതായത് റെഡിൽ ബ്ലാക്ക് ഫിനിഷിലാണ്. ഞാൻ ആക്ച്വലി
ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കളർ എങ്ങനെയാണോ, അതായത് ഈ ക്യാരക്ടറിൻ്റെ കളർ എങ്ങനെയാണോ ആ ഒരു കളറിൽ അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയുക, പെട്ടെന്നുണ്ടായ പ്ലാനാണ് ഈ ഗ്രാഫിക് ഉണ്ടാക്കില്ല. അതായത് നമ്മൾ നസീർ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ഒരു പ്ലാന് തോന്നി. എന്നിട്ട് ഞാൻ ഷാദിനെ വിളിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടർ രാത്രി ഇരുന്ന് ഇതുപോലെ കട്ട് ചെയ്ത് അവൻ രാത്രി, അതായത് ശനിയാഴ്ച ആയിരുന്നു, രാത്രി ഇരുന്നിട്ട് നമുക്ക് വേണ്ടി ഫുള്ള് സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് നമ്മൾ ഇരുന്നിട്ട് ഷോപ്പിൽ ഇരുന്നിട്ട് അടിച്ചത്. ഓക്കെ, ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉറങ്ങായിരുന്നു. ഓക്കെ, ഞാൻ എനിക്ക് വരുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനത് കാണുന്നത്. പക്ഷേ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് കളറായിരുന്നു. പക്ഷേ സംഭവം എന്താ പറയുക, ആ ഒരു തിക്കും തിരക്കും ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു വിനയിൽ ഇങ്ങനൊരു ഇതിൽ കളറിൽ അടിച്ചു. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഗ്രാഫിക് വേറെ ലെവലായിട്ടുണ്ട്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അതും ഞാൻ ആ പോകുന്ന ടൈമിൽ എനിക്കൊരു പെട്ടെന്നൊരു പ്ലാൻ തോന്നിയിട്ട് അങ്ങനെ അടിച്ചതാണ് കേട്ടോ. എന്താ പറയുക, ആ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തിക്കും തിരക്കും ബഹളം അടിച്ചൊരു സ്റ്റിക്കറാണ് ഈ കാണുന്നത്. ഇതിൽ സ്പാർക്കുണ്ട്, നമ്മുടെ 09-ൻ്റെ സ്റ്റിക്കറുണ്ട്, ബ്രംബോ ഉണ്ട്, ബോസ് ഉണ്ട്, ഡൺലോപ്പ് ഉണ്ട്, HKS ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് ഗ്രാഫിക്ക് നമ്മൾ 2 സൈഡിലും അടിച്ചിട്ടുണ്ട്, അപ്പുറത്തും ഉണ്ട്, ഈ ഒരു സ്റ്റിക്കറും അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രാഫിക്ക് അടിച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, സംഭവം നല്ല രസമായിട്ടുണ്ട്, നല്ല മാച്ച് ഉണ്ട്, വണ്ടിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. അതുകൊണ്ടാണ് നമ്മളിത് മാറ്റാഞ്ഞത്. ശരിക്കും ഈ ഒരു ഗുണ്ടം എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു കളറിലാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു ഗ്രാഫിക്ക് നൈസായിട്ടുണ്ട്, പക്ഷേ അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ സ്പൂൺ മിററിൻ്റെ കാര്യം പറയാം. ഇങ്ങോട്ട് വാ. ഇത് ആക്ച്വലി ഡിപ്പിംഗ് അല്ല കേട്ടോ, ഇത് ഒറിജിനൽ CF ആണ്, ഒറിജിനൽ കാർബൺ ഫൈബറാണ്. ഈ ഒരു മെറ്റീരിയലിനാണ് ഇതും സംഭവം. ഇത് കുറച്ച് മങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറച്ചായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016-17 കാലഘട്ടത്തിൽ മേടിച്ച സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ചളിയുണ്ട്, അതിൻ്റെതായ ക്ലിയർ ഇതിന് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് ഫുള്ള് പോളിഷ് ചെയ്തിട്ട് സെറ്റാക്കും. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു CF സ്പൂൺ മിറർ നമുക്ക് വേണമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ചൈനയിൽ നിന്ന് ദുബായിൽ നിന്ന് നമ്മളിങ്ങോട്ട് എത്തിച്ച് അങ്ങനെ വരുത്തിച്ച സാധനമാണ് കേട്ടോ. അത് ആക്ച്വലി ഇത് ദുബായിൽ എത്തിയിട്ട് ഇത് ആക്ച്വലി നമുക്ക് കൊണ്ടുവന്നത്, അതായത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നത് നമ്മുടെ സെഫീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രോയാണ്. നമ്മുടെ ഒരു വീഡിയോസ് കാണുന്നൊരു ബ്രോ ആയിരുന്നു. ദേരയിലാണ് പുള്ളിയുള്ളത്. ശരിക്കുള്ള വീട് കണ്ണൂരാണ്. അപ്പോൾ പുള്ളി കണ്ണൂർക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടി നമ്മൾ സ്റ്റോറി ഇട്ടിട്ട് പുള്ളി മെസ്സേജ് അയച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നു. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്നിട്ട് പുള്ളി അത് അവിടെ നിന്ന് കൊറിയർ ചെയ്തു. എന്നിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത സാധനമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു പരിചയമില്ല ഒരാളും അങ്ങനെ ഒരു സാധനം അങ്ങനെ കൊണ്ടുവരില്ല. ഇത് അങ്ങനെ പുള്ളി വീഡിയോ കണ്ടിട്ട് പുള്ളി അങ്ങനെ മെസ്സേജ് അയച്ച് സെറ്റായിട്ട് കൊണ്ടുവന്നു. അതിലെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് നമ്മുടെ സ്പൂൺ മിററും അതുപോലെ CF ആക്കി. നമ്മുടെ ഇപ്പോൾ CF പാർട്സ് ഉള്ളത് നമ്മുടെ 2 ഫെൻഡർ, ബോണറ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ സ്പൂൺ മിറർ, ഉള്ളിൽ സ്റ്റിയറിംഗ് വീല്, ഗിയർ നോബ്, അതുപോലെ സ്പോയിലർ, ബാക്ക് ഡിക്കി കണ്ട പാർട്സ് എല്ലാം ഒറിജിനൽ കാർബൺ ഫൈബറാണ്. ഇനിയും കാർബൺ ഫൈബറുകൾ ഇങ്ങനെ വണ്ടിയുമ്പോൾ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ക്യാപ്പ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടിട്ടാ. ഓക്കെ, ഇത് CF അല്ല, ഇത് ഒറിജിനൽ CF അല്ല, ഇത് നമ്മൾ ഡിപ്പ് ചെയ്തതാണ് കേട്ടോ. ആ ഒരു മാച്ച് ഇട്ടാൽ മതി. ഇത് നമ്മൾ CF ആക്കും ഇൻഷാ അല്ലാഹ്, വഴിയേ വരും. ഓക്കെ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. പുറത്തിറങ്ങിയിട്ട് ട്യൂണിങ്ങിൻ്റെ ആ ഒരു ഫീൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാ. അപ്പോൾ നമ്മൾ മെയിൻ റോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര റഷാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റഷ് ഉണ്ട്. 5 മണി 5:30 ആണ് ടൈം. അതിൻ്റെതായ റഷ് ഉണ്ട് കേട്ടോ. കാല് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലേ നോക്കി പോട്ടെ. പിന്നെ അവിടുന്ന് നല്ല വെയിലും കൂടി കുത്തുണ്ട്. പൊട്ടേട്ടാ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടിന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ തേർഡിലിട്ട് ഷിഫ്റ്റ് ചെയ്യാനൊരു ഗ്യാപ്പ് വരട്ടെ, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടണ നല്ല രസമാണ്. കാരണം ആ ഗിയറിന് മാറിയതിന് പിന്നാലെ ഒറ്റ പൊട്ട് പൊട്ടും. അത് ഭയങ്കര ഫീലാണ് കേട്ടോ. അത് നമ്മൾ തേടിക്ക് ഇട്ടപ്പോൾ ഒരു പൊട്ട് വന്നേട്ടാ.
കേൾക്കണ്ടെന്ന് അറിയില്ല നിങ്ങൾ, പക്ഷെ നല്ല രസമാണ്, നല്ല ഫീലാണ്. ഞാൻ ഫോർത്തേക്ക് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചെറിയ ഒരു പൊട്ടാണെന്നുള്ളൂ. പിന്നെ ഇതിന്റെ പൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPM ലെവലിലാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ വേറെ കേസ് ഉണ്ട്. നമ്മൾ ഈ റണ്ണിങ്ങിൽ നമ്മൾ RPM ലെവലിൽ പൊട്ടിക്കലോ, ആ പൊട്ടിക്കുമ്പോൾ ആ പൊട്ടിച്ച് കഴിഞ്ഞതിൻ്റെ പിന്നാലെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റിൽ പൊട്ട് വരില്ല. നമ്മൾ നോർമലി ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതായത് നമുക്ക് നോർമലി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പൊട്ട് വരും. അപ്പോൾ പൊട്ട ആഡ് ചെയ്തപ്പോൾ വേറെ തന്നെ ഫീലാണ് കേട്ടോ. പിന്നെ വേറെ കേസ് നല്ല ലാക്കിൻ്റെ പൊട്ടില്ല, ചെറിയ പൊട്ട്, മൈൽഡാണ്. നല്ല അങ്ങോട്ട് വലിയൊരു പൊട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇത് മൈൽഡ് പൊട്ട് കണ്ടോ. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ പൊട്ടണ കണ്ടോ. അത് തന്നെയാണ് നമ്മുടെ വണ്ടിക്കും ചേരുന്നത്, മൈൽഡ് പൊട്ട്. വലിയ എന്താ പറയുക ഭയങ്കരതായിട്ടുള്ള പൊട്ടില്ല. പിന്നെ അങ്ങനെ പൊട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇറക്കത്തിലൊക്കെ ഇട്ടിട്ട് സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് RPM ലെവലിൽ കളിച്ച് പൊട്ടിക്കാൻ പറ്റും. അപ്പം നല്ല സൗണ്ടിൽ പൊട്ട് വരും. പക്ഷെ അതൊക്കെ എഞ്ചിന് കേടാണ്. പിന്നെ അതുപോലെ നിർത്തി പൊട്ടിക്കാതിരിക്കുക. നിർത്തി പൊട്ടിക്കുമ്പോൾ നമുക്ക് എയർ ഫ്ലോ വരില്ല. എയർ ഫ്ലോ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ടർബോ ഉള്ള എഞ്ചിന് മാത്രം എയർ ഫ്ലോ വേണമെന്നൊന്നുമില്ല. നമുക്ക് എയർ ഫ്ലോ ഇല്ലാതെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. റണ്ണിങ്ങിൽ പൊട്ടിക്കണം എപ്പോഴും നല്ലത്, നിർത്തി പൊട്ടിക്കാതിരിക്കുക. ഞാൻ നിർത്തി പൊട്ടിക്കാറില്ല. ഞാൻ ഇപ്പോൾ പരിപാടിക്ക് ആ ചെമ്മാട്ട പരിപാടിക്ക് പോയിട്ടും ഞാൻ റണ്ണിങ്ങിലും കേട്ടിട്ട് പൊട്ടിക്കാന്നല്ലാതെ നിർത്തിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊട്ട് വീഡിയോയിൽ കാണാഞ്ഞതും. പൊട്ടിച്ച് കഴിഞ്ഞാൽ എഞ്ചിന് കേടാണ്. അതുകൊണ്ട് ഇനി ഒറ്റപ്പൊട്ട് എഞ്ചിന് കേട് തന്നെയാണ്. ഈ ഇങ്ങനെ എപ്പോഴും പൊട്ടണതും ഒറ്റ പൊട്ടണതും നല്ല വ്യത്യാസമുണ്ട്. ഒറ്റപ്പൊട്ട് വരുമ്പോൾ എഞ്ചിൻ സീൻ വരും. അപ്പം അതിനനുസരിച്ചിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം നമുക്ക് കൊണ്ടുപോകാം. അല്ലാതെ വെറുതെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപ്പലകും. അപ്പം അതൊന്ന് കാണിക്കാന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രീ റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്തപ്പോൾ നമ്മൾ ഡൗൺ ചെയ്ത് നമ്മൾ കാല് കൊടുക്കുമ്പോഴൊക്കെ ആ ഒരു പിക്കപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാവുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വണ്ടിയാകുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. ടർബോൻ്റെ ആ ഒരു ഇത് കിട്ടില്ല, എന്നാലും നമുക്ക് ട്യൂൺ ചെയ്യണം നല്ല തന്നെയാണ്. പിന്നെ മൈലേജിലും നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 100-120 കിലോമീറ്ററോളം 120-150 കിലോമീറ്ററോളം ഞാൻ ഇതിൽ ഓടി ട്യൂൺ ചെയ്തതിന് ശേഷം. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഭയങ്കര ഡിഫറൻറ്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ ട്യൂണിങ് വോൾഫാണ്. വോൾഫ് എന്നാലും ട്യൂണിങ് നമ്മുടെ നിയാസ് സെറ്റ് ചെയ്തതാണ് കേട്ടോ. പെട്രോൾ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അങ്ങനെ നിയാസ് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ അതായിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ കുറച്ചിങ്ങോട്ട് റൺ ചെയ്തു. ഇനി ഞാൻ പൊട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ശരിക്കുള്ള പൊട്ട എങ്ങനെയാണെന്ന് ഞാൻ റണ്ണിങ്ങിൽ ഞാൻ കേൾപ്പിച്ചു തരാം. സംഭവം കാലം എടുത്ത് RPM കളിച്ച് കഴിഞ്ഞാൽ നല്ല പൊട്ടും. പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ നടക്കില്ല. എനിക്ക് ട്യൂൺ ചെയ്തതിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഷിഫ്റ്റിൻ്റെ പൊട്ട. അത് മാത്രമേ പാടുള്ളൂ ശരിക്കും ട്യൂണിങ്ങിൽ. വേറെ പൊട്ടുണ്ടാവരുത്. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കളിക്കുമ്പോൾ പൊട്ടുക, അതൊരു വേറെ ഫീലാണ്.
ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ വേറെ വല്ലാത്തൊരു ഫീലാണ്. അതാണ് ശരിക്കും വേണ്ട ട്യൂണിങ്ങിൽ. ഷിഫ്റ്റിൻ്റെ പൊട്ട പാടുള്ളൂ, അല്ലാതെ റണ്ണിങ്ങിന് ഇങ്ങനെ പോയി കുറേ ചവർ പോലെ പൊട്ടിച്ചിട്ട് കാര്യമില്ല. അത് കുറേ ഒന്നാമത് കേൾക്കണവർക്കും മടുക്കും, നമുക്കും മടുക്കും. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ കേട്ടോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പൊട്ട് ഇത്ര പാടുള്ളൂ. മറ്റേ നമ്മളിങ്ങനെ RPM പൊട്ടില്ല. പക്ഷെ ഈ പൊട്ടിക്ക് തീരെ ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. ഞാനങ്ങനെ പൊട്ടിക്കാറുമില്ല, അങ്ങനെ പോകുമ്പോൾ പൊട്ടിക്കാറുമില്ല. ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രമുള്ള പൊട്ട്, അതാണ് വേറെ ലെവല്. എപ്പം ഇനി വരുമെന്ന് അറിയില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പൊട്ട് പൊട്ടിയില്ലേ, അതാ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പൊട്ട് പൊട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ട്യൂൺ ചെയ്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റപ്പൊട്ട് ആഡ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കനുള്ള പൊട്ടാണെന്നുണ്ടെങ്കിൽ പരമാവധി സേഫാക്കിയിട്ട് കളിക്കുക. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടുക, ആ ഒരു പൊട്ടേ പാടുള്ളൂ. അല്ലെങ്കിൽ നിർത്തിയൊക്കെ പൊട്ടിച്ച് കുറേ ഹീറ്റൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിന് സീം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ കുറേ സ്പാർക്കൊക്കെ തള്ളുമ്പോൾ ഒക്കെ ഭയങ്കര പ്രശ്നമാവും. അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കളിക്കുക. അപ്പം അങ്ങനെ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ട്യൂൺ ചെയ്തവരോട് മെയിനായിട്ട് പറയാനുള്ളത് ഈ നിർത്തി പൊട്ടിക്കൽ ഒഴിവാക്കുക. കുറേ ഇങ്ങനെ പൊട്ടിച്ച് ഇതാക്കിയിട്ട് സീന് വരും. അപ്പോൾ വണ്ടിക്കൊരു സേഫിന് വേണ്ടിയിട്ട് പറയണം കേട്ടോ, വേറെ ഒന്നുമല്ല. അതിനെക്കുറിച്ചിട്ട് എല്ലാം വേണ്ട അറിഞ്ഞിട്ട് പറയണമെന്നല്ല, പക്ഷെ വണ്ടിക്ക് സേഫാണ്. ഇങ്ങനെ റണ്ണിങ്ങിൽ ഇടയ്ക്കൊരു പൊട്ടിക്കുക, പിന്നെ ഈ നിർത്തിയിട്ട് ഇങ്ങനെ ചിലവളെ പൊട്ടിക്കൽ ഒഴിവാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് സീൻ വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്തതും അതുപോലെ CF-ൻ്റെ പാർട്സ് ആഡ് ചെയ്തതൊക്കെ നമ്മൾ കാണിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.